കാട് പിടിച്ച് കിടക്കുന്ന വെള്ളായണി പാറയിൽ അങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു സ്പോട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു ഗുഹ പോലെയാണ് ശരിക്കും ഇരിക്കുന്നത് കേട്ടോ. പാറയുടെ ലെയറുകളാണ്. അപ്പം നമുക്ക് കണ്ടാൽ അത്യാവശ്യം ഒരു പേടിയൊക്കെ തോന്നുന്ന ഒരു സ്പോട്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കാണ് ഈ സാധനം കണ്ടേട്ടാ. കുറച്ച് ഞാൻ ഉള്ളിലോട്ട് കയറി നോക്കിയാൽ അതിനകത്തോട്ട് ഭയങ്കര ഇരുട്ടായതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് അകത്തോട്ട് കയറാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്കും അവിടെ മുഴുവൻ ബിയർ ബോട്ടിലുകളും മറ്റും കിടക്കുന്ന കേട്ടോ. അതിനകത്ത് ഫുള്ള് എന്തൊക്കെ ആയിരുന്നാലും അത് ഒരു സ്ഥലത്തിനെ നശിപ്പിച്ച് കളഞ്ഞു. കള്ളിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇതിനങ്ങ് നശിപ്പിച്ച് കളഞ്ഞു. പക്ഷേ ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട്. ഭയങ്കര ഒരു എന്താണ് പറയുക, നമ്മളൊരു സിനിമയിലേക്ക് കാണുന്നത് പോലെയുള്ള ഒരു ഗുഹ. അകത്തോട്ട് കുറച്ച് കയറി പോകാനായിട്ട് പറ്റും. നമുക്ക് ഒരുപാടൊന്നും പോകാൻ പറ്റില്ല. ഇത് എവിടെ പോകും, ഈ വഴി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കുറച്ച് അങ്ങോട്ട് കയറണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അങ്ങോട്ട് എനിക്ക് തോന്നുന്നു അതിപുരാതനമായ കാലത്തുള്ള എന്തോ ലിപിയൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ചുമരിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയും ഐ ലവ് യു പാറു കേട്ടോ. അത്ര പുരാതനമായിട്ടുള്ളതല്ല കേട്ടോ. വഴി അങ്ങോട്ട് പോകുന്നുണ്ട് ഉള്ളിലോട്ട്. നല്ല സ്മെല്ലാണ്. അതുകൊണ്ട് അങ്ങോട്ട് അകത്തോട്ട് കയറി നിങ്ങൾ കാണിക്കാനൊന്നും വയ്യ. പിന്നെ ഒരു വീഡിയോയ്ക്കും കണ്ടന്റിന് വേണ്ടി നമ്മളെ ലൈഫ് വെച്ചിട്ടുള്ള പരിപാടിക്കൊന്നും ഞാനില്ല. അതായത് ഈ മരത്തിലൊക്കെ പിടിച്ചിട്ട് വേണം ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വരാനായിട്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വരാമെന്ന് പറയണം. ഞാനതാ ഇതുവഴിയാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. ഇതുവഴി ഇങ്ങനെ ഇറങ്ങി ഇതിൻ്റെ മുകളിലൂടെ അങ്ങ് പോകണം. ഇത് ഏറ്റവും താഴെയാണ്. ഒരുപാട് മുകളിലോട്ട് പോകണം. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല.